1 കൊരിന്ത്യർ 10 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 1 കൊരിന്ത്യർ 10 അധ്യായം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ കത്തിൽ, ലേഖനത്തിൽ ഏറ്റവും വളരെ ആഴമേറിയതും ഗൗരവമേറിയതുമായ ഒരു വിഷയത്തെയാണ് എടുത്തുയർത്തുന്നത്. ദൈവസഭയ്ക്കുള്ള ചില മുന്നറിയിപ്പുകൾ, ദൈവസഭയ്ക്കുള്ള ആഴമേറിയ ഉപദേശങ്ങൾ ഈ അധ്യായത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നു. ഈ അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. പൗലോസ് ഈ അധ്യായത്തെ ശരിക്കും ഈ ഒരു വിഷയത്തെ എടുത്തുയർത്തിക്കൊണ്ട് വരുന്നത് കർത്താവിൻ്റെ തിരുമേശ എന്താണ് എന്ന് പഠിപ്പിക്കുവാനാണ് എന്നുള്ളത് നമുക്ക് 16-ാമത്തെ വാക്യം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ. അപ്പോൾ ഈ ഒരു കാര്യത്തെ വളരെ ആഴമായി ഉറപ്പിക്കുവാൻ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കർത്താവിൻ്റെ തിരുമേശ. ഇത് കർത്താവ് ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇത് യേശു ചെയ്ത് കാണിച്ചതും കൂടെയാണ്. വിശുദ്ധ ബൈബിളിൽ കർത്താവ് ചെയ്യണം എന്ന് പറഞ്ഞതുണ്ട്, ചെയ്ത് കാണിച്ചതുമുണ്ട്. ഇത് യേശു ചെയ്തതും ചെയ്ത് കാണിച്ചതും ചെയ്യണമെന്ന് സഭയോട് ആവശ്യപ്പെട്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കർത്താവിൻ്റെ തിരുമേശ. ഈ തിരുമേശയുടെ ശുശ്രൂഷയെ അതിൻ്റെ ഗൗരവത്തിൽ ഇന്ന് പകൽ സഭയ്ക്ക് കാണാൻ കഴിയണം. പഴയ നിയമ ഇസ്രായേലിനെ അല്ലെങ്കിൽ പഴയ നിയമ സഭയെ സർവശക്തനായ ദൈവം നടത്തിയ വിധത്തെ, അല്ലെങ്കിൽ പഴയ നിയമസഭയിൽ അന്നുണ്ടായിരുന്ന ചില സിസ്റ്റത്തെ പുതിയ നിയമസഭയ്ക്ക് പൗലോസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ അധ്യായത്തിൽ നമുക്ക് അതാ കാണാൻ കഴിയുന്നത്. പഴയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് സർവശക്തനാകുന്ന ദൈവം പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടം പുതിയ നിയമസഭയ്ക്ക് ഒരു നിഴലായി ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ ഈ വിഷയത്തെ എടുത്തുയർത്തി സംസാരിക്കുന്നത് പുതിയ നിയമസഭയോടാണ്. വി ആർ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്.
വി ആർ ദ ന്യൂ ടെസ്റ്റമെന്റ് ബിലീവേഴ്സ്. അവൻ നമ്മെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. ഇവിടെ ഒരു പദം ഞാനൊന്ന് ആ ആരംഭത്തിൽ ഒന്ന് എടുത്തുയർത്തിയിട്ട് ഞാൻ ഇതിന്റെ ആഴത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. പഴയ നിയമ ഇസ്രായേൽ, പഴയ നിയമ സഭ, അവർ സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് കൂടെ ചേർന്നു. നമ്മൾ ഈ അധ്യായം 10-ാമത്തെ അധ്യായം നോക്കുമ്പോൾ നിഴലും പൊരുളും പൗലോസ് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമ ഇസ്രായേൽ സഭ പുതിയ നിയമ ഇസ്രായേൽ സഭയുടെ നിഴലായിരുന്നു. പഴയ നിയമത്തിന്റെ നേതാവായിരുന്ന മോശ പുതിയ നിയമത്തിന്റെ നേതാവായ ക്രിസ്തുവിന് നിഴലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും കൂടി കടന്ന് ആ സമുദ്രത്തിലൂടെ കടന്നപ്പോൾ അത് സ്നാനത്തിനൊരു നിഴലായിരുന്നു എന്നാണ് പൗലോസ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ പരിശുദ്ധാത്മാവാം ദൈവം ലൂക്കോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയത് ലൂക്കോസ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷം മാത്രമല്ല ലൂക്കോസ് എഴുതിയത്. മുറിവൈദ്യനായ ലൂക്കോസ് മുഴുവൈദ്യനായ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയതാണ്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തികളും. അതിൽ അപ്പോസ്തല പ്രവർത്തികളിൽ ലൂക്കോസ് വ്യക്തമാക്കുന്ന ആഴമേറിയ സന്ദേശങ്ങളിൽ ഒന്ന്, അവൻ രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സഭയെന്ന് പറയുന്നത് ഒരു ക്ലബല്ല, സഭയെന്ന് പറയുന്നത് ഒരു കമ്പനി അല്ല, സഭയെന്ന് പറയുന്നത് വെറും ഒരു ഡിനോമിനേഷൻ അല്ല. സഭയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടമാണ്. അപ്പോൾ ഈ സഭയോട് പൗലോസ് പറയുന്നു, പഴയ നിയമ ഇസ്രായേൽ സഭ സമുദ്രത്തിലൂടെയും മേഘത്തിലൂടെയും കടന്ന് സ്നാനത്തിന് നിഴലായ ആ കാര്യത്തിലൂടെ അവർ കടന്ന് അവർ മോശയോട് കൂടെ ചേർന്നു. അപ്പൊ പഴയ നിയമ ഇസ്രായേൽ ചേർന്നത് മോശയോട് കൂടെ ആയിരുന്നെങ്കിൽ പുതിയ നിയമസഭ സ്നാനത്തിലൂടെ ചേർന്നത് യേശുവിനോട് കൂടെയാണ്. അവർ സ്നാനമേറ്റ് മോശയോട് കൂടെ ചേർന്നു, നാം സ്നാനമേറ്റ് യേശുവിന്റെ കൂടെ ചേർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നായകൻ, നമ്മുടെ നേതാവ്, നമ്മുടെ ലീഡർ കർത്താവായ യേശു ക്രിസ്തുവാണ്. പഴയ നിയമസഭയുടെ നേതാവ് മോശ, പുതിയ നിയമസഭയുടെ നേതാവ് യേശു. പഴയ നിയമസഭയുടെ മധ്യസ്ഥൻ മോശ എന്ന് പറഞ്ഞാൽ ജനം അവരുടെ വിഷയങ്ങൾ മുഴുവൻ ദൈവത്തോട് അറിയിക്കുവാൻ മോശയുടെ അരികിൽ ചെന്നാണ് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവര് പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പഴയ നിയമസഭയുടെ മധ്യസ്ഥനായി മോശ നിന്നെങ്കിൽ പുതിയ നിയമസഭയുടെ മധ്യസ്ഥനായി ഇന്ന് പകൽ നമുക്ക് ദൈവത്തിന്റെ പുത്രനായ യേശു ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിനെ, പഴയ നിയമ സഭയെ സർവശക്തനാകുന്ന ദൈവം മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാണ് സർവശക്തനാകുന്ന ദൈവം മോശയെ അതിനുവേണ്ടി നിയോഗിച്ച് ബാധകളെ അയച്ച് സൈന്യത്തെയും പരാജയപ്പെടുത്തി വലിയ ഒരു യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ വലിയ ചില അത്ഭുതങ്ങളിലൂടെ ദൈവപ്രവൃത്തിയിലൂടെ ഒരു രാജ്യത്തിൽ അടിമപ്പെട്ട് കിടന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം എന്തിനു വേണ്ടിയാണ് വിടുവിച്ച് പുറത്തെടുത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് അതിനുള്ളത്: ദൈവത്തിന്റെ പദ്ധതികൾക്കായി. മനുഷ്യന്റെ കൊതി നിറവേറാനല്ല ദൈവം അവരെ പുറപ്പെടുവിച്ചത്, ദൈവത്തിന്റെ ഹിതം നടക്കാനാണ്. ദൈവത്തിന്റെ സഭയെ എത്ര അത്ഭുതകരമായി പഴയ നിയമ ഇസ്രായേലിനെ ദൈവം നടത്തി എന്നുള്ളത് എത്ര ആഴമേറിയ ഒരു ആലോചനയാണ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു.
പുറപ്പാട് പുസ്തകം 13 അധ്യായം 21 വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കോണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്നെ ഇന്ന് ദൈവസഭ വളരെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചനയ്ക്കായി, ദൈവത്തിന്റെ പദ്ധതിക്കായി ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്നവരോടാണ് ഈ ദൂത് വരുന്നത്. കർത്താവിന്റെ ആലോചന നിവർത്തീകരിക്കപ്പെടാൻ ഞാൻ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലാണ്. മുൻപേ ഇരുളായിരുന്ന ഞാൻ ഇപ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലാണ്. എനിക്കതിൽ ഒരു സംശയവുമില്ല. എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയതാണ് എന്ന ഉറപ്പ് അകത്ത മനുഷ്യനിൽ ലഭിച്ച ഒരു ദൈവവൈതലിനോടാണ് ഈ ദൂത് വരുന്നത്. എല്ലാവരും വന്നു, ഞാനും വന്നു. എല്ലാവരും പാടി, ഞാനും പാടി. എല്ലാവരും കൈകൊട്ടി, ഞാനും കൈകൊട്ടി. എല്ലാവർക്കും കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കും കിട്ടി. എല്ലാവരുടെ മേലും പകരട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മേലും പകർന്നു. എങ്ങനെയൊക്കെയോ ഞാൻ ഇതിനകത്തങ്ങ് വന്നു. അവരോടല്ല ഇന്ന് പകൽ ദൈവം ഇടപെടുന്നത്. സ്പെസിഫിക്കായി വ്യക്തമേറിയ ദൈവിക ആലോചനയുടെ പൂർത്തീകരണത്തിനായി പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ജാതികീയ മണ്ഡലത്തിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദം കേട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട, ദൈവത്തിന്റെ ആലോചന കേട്ട് പാരമ്പര്യത്തിന്റെ ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ച് ഫറവോന്യ ബന്ധനങ്ങളെ നിഷ്ഫലമാക്കി ദൈവത്തിന്റെ പദ്ധതിക്കായി, ദൈവത്തിന്റെ ആലോചനയ്ക്കായി, ദൈവത്തിന്റെ ഹിതത്തിനായി വളരെ വ്യക്തതയോടെ അകത്ത മനുഷ്യനിൽ വ്യക്തമായ ഉറപ്പ്, എന്റെ മേൽ നടന്നത് ഒരു അബദ്ധമല്ല, എന്റെ മേൽ നടന്നത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനായി, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്രോജക്റ്റിനായി, ദൈവത്തിന്റെ ശക്തമേറിയ പദ്ധതിക്കായി എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം വിളിച്ചു വേർതിരിച്ചു. ഈ പെട്ടകത്തിനകത്ത് ദൈവം എന്നെ കൊണ്ടെത്തിച്ചു എന്ന ഉറപ്പ് ലഭിച്ച ദൈവമക്കൾ ശക്തിയോടെ വായികൾ തുറന്ന് ഹല്ലേലൂയ. അതെ, മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ചിറക്കിയത് അവരുടെ കൊതി തീർക്കാനല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറാനാണ്. ഇന്ന് പകൽ നിന്റെ കൊതി മാറാനല്ല ദൈവം നിന്നെ ഇവിടെ എത്തിച്ചത്, ദൈവത്തിന്റെ ഹിതം നിറവേറാനാണ്. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തമ്പുരാന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ആലോചനകൾ ദൈവസഭയ്ക്കകത്ത് ഇന്ന് പകൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കും, അത് ദൈവശക്തിയായി വ്യാപരിക്കും. അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? സഹോദരന്മാരെ, പുതിയ നിയമസഭയെ, യേശുവിനോട് ചേർന്നവരെ, കർത്താവിന്റെ ജനമേ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മറക്കരുത്, നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ഒരു ദൈവം, നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം, വിളിച്ചിറക്കിയവരെ നടത്തിയ ദൈവം ഇന്ന് മകൾ ദൈവസഭയ്ക്ക് ഇന്നും അവൻ നായകനാ, ഇന്നും അവൻ നായകനാ, ഇന്നും അവൻ രക്ഷകനാ. യേശു കർത്താവിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അവരും ഇതുപോലെ മെഴുകുതിരി വെട്ടത്തിന്റെ മുൻപിലും, മെഴുകുതിരി ക്യാൻഡിൽ വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു, ഇതുപോലത്തെ വിളക്കുകളുടെ മുമ്പിലും വെളിച്ചത്തിന് മുമ്പിൽ ഇരുന്നല്ലേ ഇതെല്ലാം എഴുതി പിടിപ്പിച്ചേ, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചേ. ഇന്നല്ലേ കരണ്ടും AC. ഇന്നിപ്പം നമുക്കൊരു ഇച്ചിരി ചൂടായി ഈ ഫാൻ ഒന്ന് നിന്നുപോയാൽ നമ്മളെല്ലാം ബഹളം ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ഒരു ദൈവത്തെ,
നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ. ഈ അധ്യായം ധ്യാനിക്കുമ്പോൾ എനിക്കതൊരു കൺഫർമേഷൻ ആയിരുന്നു. ഇന്ന് പിള്ളേർക്ക് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ ഇരുന്ന് പിറുപിറുക്കും. ചെറിയ ഒരു വിഷയം വന്നാൽ മതി, നമ്മൾ നിരാശരാകും. പേഴ്സിനകത്തിരിക്കുന്ന പൈസയ്ക്ക് ഒരു ഇച്ചറ കുറവ് വന്നാൽ പിന്നെ അന്യഭാഷ നിർത്തി അന്യായ ഭാഷ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാരെ അത്ഭുതകരമായി നടത്തിയ ദൈവമല്ലേ? ആ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം ഇന്ന് ജീൻസിലും ടീഷർട്ടിലുമാണോ? എന്റെ ചോദ്യം, കാലം മാറിയതിനനുസരിച്ച് ദൈവം മാറിയോ? കാലം മാറിയതിനനുസരിച്ച് വചനം മാറിയോ? മാറിയില്ല എന്നാണ് സഭ പറയുന്നതെങ്കിൽ ഇന്ന് പകൽ സഭ തിരിച്ചറിയുക, പിതാക്കന്മാരെ നടത്തിയ ദൈവം, ആ ദൈവത്തെയാണ് സേവിക്കുന്നതെന്നും ആ ദൈവത്തിന്റെ വചനത്തിലാണ് നിൽക്കുന്നതെന്നും, താഴ്ചയിലാണെങ്കിലും ഉയർച്ചയിലാണെങ്കിലും ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളാണെങ്കിലും തലകീഴായി ക്രൂശിക്കുമ്പോഴും നീറോ ചക്രവർത്തിയുടെ ഈർച്ചവാൾ പെടലിക്കിരിക്കുമ്പോഴും ശരീരത്തിനകത്ത് മെഴുകിൽ മുക്കിയ തുണികൾ ശരീരത്തിനകത്ത് വാരിച്ചുറ്റി തലയ്ക്ക് തീ കൊളുത്തി ആ തീ അപ്പോസ്തലന്മാരുടെ ശരീരത്തിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തീയുടെ വെട്ടത്തിൽ തെരുവ് നാടകങ്ങൾ നടത്തുമ്പോഴും യാക്കോബിന്റെ വാള് സ്തോത്രം, ഹെരോദാവിന്റെ വാള് യാക്കോബിന്റെ തലയെ വെട്ടിയെറിയുമ്പോഴും അവര് തള്ളിപ്പറയാതെ ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ, ഒരു വാക്ക് പോലും പിറുപിറുക്കാതെ അവർ ഈ വചനത്തിന് വേണ്ടി നിന്നെങ്കിൽ, പുതിയ നിയമസഭയെ പിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. മറക്കരുത്. ആധുനിക ലോകം, പുതിയ നിയമസഭ, ദൈവമക്കൾ മറക്കരുത്. കർത്താവേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പ സത്യം, ഇന്ന് ഞാൻ എടുക്കുന്ന മെസ്സേജ് കേവലം എനിക്കൊരു നോട്ടല്ല, കേവലം എനിക്ക് ലഭിച്ച ഒരു അറിവല്ല. എന്റെ ഉപവാസത്തിൽ ദൈവം എനിക്ക് ഒരു വെളിപ്പാടായി ഞാൻ കണക്കാക്കും. അറിവുകൾ മാറാം, നോട്ടുകൾ മാറാം, പക്ഷെ വെളിപ്പാട് മാറത്തില്ലെന്ന എന്റെ വിശ്വാസം. 10-ാം അധ്യായത്തിൽ പഴയ നിയമസഭയെ, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് പുതിയ നിയമസഭയെ പൗലോസിന് പഠിപ്പിക്കണമെങ്കിൽ പിതാക്കന്മാരെ തൊടാതിരിക്കാൻ ഒക്കില്ല. പിതാക്കന്മാരെ മറക്കുന്ന, നടത്തിയവരെ മറക്കുന്ന, നയിച്ചവരെ മറക്കുന്ന, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരുമായിരിക്കുന്ന അന്ത്യകാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ദൈവസഭയോട് ഇന്ന് പകൽ ദൈവത്തിന്റെ സ്ഥാനാപതി എന്നുള്ള നിലയിൽ നിന്ന്, ദൈവത്തിന്റെ ദൂതുവാഹകൻ എന്നുള്ള നിലയിൽ നിന്ന്, കർത്താവിന്റെ അപ്പോസ്തലൻ എന്നുള്ള നിലയിൽ നിന്ന് ദൈവസഭയോട് ഞാൻ ഉപദേശിക്കട്ടെ. ആമീൻ. നമ്മുടെ പിതാക്കന്മാരെ, നമ്മെ നടത്തിയവരെ, നമ്മെ നയിച്ചവരെ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഈ വാക്യം എടുത്തുദ്ധരിക്കുന്ന പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ. പിതാക്കന്മാരെ മേഘത്തിലും സമുദ്രത്തിലും ദൈവം നടത്തി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ ഇപ്പൊ വായിച്ച വാക്യം ദൈവദാസൻ ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ ഗൗരവമായി ഒന്നുകൂടെ ശ്രദ്ധിക്കൂ ആ വാക്യം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഞാൻ തുറന്നു പറയട്ടെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചനയായി നിങ്ങളുടെ ശിരസിന്റെ മേൽ കൈവച്ച് നിങ്ങളുടെ തലയിൽ ദൈവത്തിന്റെ ആത്മാവ് കരങ്ങളെ വെച്ച് ഇന്ന് നിങ്ങളോടൊരു ആലോചന തിരുവെഴുത്തിൽ നിന്ന് പറയുകയാണ്. നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം നിങ്ങളുടെ കൊതി തീർക്കാനല്ല, അവന്റെ പദ്ധതി നിറവേറാൻ, അവന്റെ ഹിതം നിറവേറ്റാൻ നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം. വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞിരിക്കുന്നവനല്ല. കുഞ്ഞെ, പഴയ നിയമ ഇസ്രായേലിനെ, പിറുപിറുത്ത ഇസ്രായേലിനെ, ദാസന്മാരായ ഇസ്രായേലിനെ, അടിമകളായിരുന്ന ഇസ്രായേലിനെ സർവശക്തനാകുന്ന ദൈവം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി കൂടെ ഇരുന്ന് നടത്തിയെങ്കിൽ, തന്റെ പുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട
തന്റെ പുത്രന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ബൈബിൾ പറയുന്നു, പകൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി. അവൻ അവരോട് കൂടെയിരുന്നു, അവരുടെ പുറകെ നടന്നു എന്നല്ല, അവർക്ക് മുൻപേ അവൻ നടന്നു. ഇന്ന് പകൽ ദൈവശബ്ദം കേട്ട് കർത്താവിന്റെ പദ്ധതിക്കായി വിളിക്കപ്പെട്ട സഭയോട്, എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ സ്നേഹത്തോടെ ദൈവത്തിന്റെ ആലോചന പറയട്ടെ. ഭയപ്പെടരുത്, ഭ്രമിച്ചു നിൽക്കരുത്, ഒന്നിന്റെ മുമ്പിൽ പതറരുത്, തളർന്നു പോകരുത്. നിങ്ങളെ വിളിച്ചവൻ നിനക്ക് മുൻപേ നടക്കുന്നുണ്ട്. നിന്നെ വിളിച്ചവൻ നിനക്ക് മുൻപേ നടക്കുന്നുണ്ട്. നിന്നെ വിളിച്ചവൻ നിനക്ക് വഴി കാണിക്കാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്നെ വിളിച്ചവൻ നിന്റെ ഒപ്പമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന്, എന്റെ കൊതി നിറവേറാനല്ല, ദൈവത്തിന്റെ ഹിതം നിറവേറാൻ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. രണ്ട്, എന്നെ വിളിച്ചവനായ ദൈവം, എന്നെ തന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ച ദൈവം, അവൻ എൻ്റെ പിന്നാലെ എനിക്ക് എന്ത് സംഭവിക്കും എന്ന് നോക്കി വരുന്നവനല്ല. അവൻ എൻ്റെ മുൻപിൽ എനിക്കൊന്നും സംഭവിക്കാതെ, ഒരു പോറല് പോലും ഏൽക്കാതെ, ഒരു ശത്രു ആക്രമിക്കാതെ അവൻ എന്നെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തുന്ന കർത്താവാണ്. 21-ാമത്തെ വാക്യം 22-ാമത്തെ വാക്യം കൂടെ കണക്ട് ചെയ്യാം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. വിളി കേട്ടവരെ, വിളിക്കപ്പെട്ടവരെ, കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരെ, മതവും പാരമ്പര്യങ്ങളും ഒക്കെ വിട്ട് യേശുവിന് വേണ്ടി ജീവൻ കൊടുത്തവരെ, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളെ വിളിച്ചവനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മീതെ ഒഴുകാതെ, തീയിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ കാല് വെന്തു പോകാതെ, സർവശക്തനാകുന്ന ദൈവം സഭയോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ വിളിച്ചവൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങളാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്ന്, പഴയ നിയമസഭ, നിഴലായി നിൽക്കുന്ന പഴയ നിയമസഭയെ വെച്ചുകൊണ്ട് പുതിയ നിയമസഭയെ പൗലോസ് ഉപദേശിക്കുന്നു. രണ്ട്, പഴയ നിയമസഭയ്ക്ക് പറ്റിയ ചില അബദ്ധങ്ങൾ, പഴയ നിയമസഭയിലെ ജനത്തിന് പറ്റിയ ചില വീഴ്ചകൾ പുതിയ നിയമസഭയിലുള്ളവർക്ക് വരാതിരിക്കുവാനുള്ള നിർദ്ദേശം കൂടെ ഈ ലേഖനത്തിൽ പൗലോസ് കൊടുക്കുന്നു. ഇത് രണ്ടും നമുക്ക് ബാധക. സ്തോത്രം. അവരെല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എന്നാൽ അടുത്ത 5-ാമത്തെ വാക്യത്തിൽ ഒരു ഐഫൻ ഇട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, എങ്കിലും. ആ എങ്കിലും എന്നുള്ള പദം ഒന്ന് വിരൽ അവിടെ വെക്കണം. എങ്കിലും അവർക്ക് ആത്മീയ ആഹാരം ലഭിച്ചു, എങ്കിലും ദാഹിച്ചപ്പോൾ ദൈവം വെള്ളം കൊടുത്തു, എങ്കിലും സർവശക്തനാകുന്ന ദൈവം അവരെ വിളിച്ചിറക്കി, എങ്കിലും ദൈവ ശബ്ദത്തിന് ചെവി കൊടുത്ത് അവർ പുറത്തു വന്നു, എങ്കിലും അവരൊരുപാട് അത്ഭുതങ്ങൾ കണ്ടു, എങ്കിലും അവരുടെ ജീവിതത്തിൽ അവരെ ഉണങ്ങിയ നിലത്തുകൂടെ, കടലിനെ ഉണങ്ങിയ നിലമാക്കി ചെങ്കടലിനെ വറ്റിച്ച് ദൈവം അതിന്റെ നടുക്കൂടെ ഒരു നാഷണൽ ഹൈവേ തുറന്ന് നടത്തി, എങ്കിലും ദൈവം അയച്ച ബാധകളെ കണ്ട്
മന്ത്രവാദിയുടെ വടിയെ മോശയുടെ വടി വിഴുങ്ങുന്നത് കണ്ട് അവരമ്പരന്ന് നിന്നു. എങ്കിലും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ കരുതലും സർവശക്തനാകുന്ന ദൈവത്തിന്റെ അദൃശ്യമായ അത്ഭുത കരത്താൽ വെളിപ്പെടുന്ന വിടുതലും സഭ കണ്ടു. എങ്കിലും അവരിൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇതാണ് ഇന്ന് പകൽ നമ്മൾ അറിയേണ്ടത്. ഇങ്ങനൊരു അബദ്ധം പുതിയ നിയമസഭയ്ക്ക് വരാതിരിക്കുവാൻ വേണ്ടി, ഇങ്ങനൊരു അബദ്ധം പുതിയ നിയമസഭയിലെ വിശ്വാസികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പൗലോസ് ആഴമേറിയ ഒരു പ്രബോധനം സഭയ്ക്ക് നൽകുന്നു. അത്ഭുതങ്ങൾ നടക്കണം, സൗഖ്യങ്ങൾ നടക്കണം. ബാധകളെ ദൈവം അയച്ചില്ലായിരുന്നെങ്കിൽ ഫറവോൻ അവരെ വിടില്ലായിരുന്നു. മന്ത്രവാദിയുടെ വടി മോശയുടെ വടി വിഴുങ്ങിയില്ലായിരുന്നെങ്കിൽ ദൈവനാമം ദുഷിക്കപ്പെടുമായിരുന്നു. ഇതെല്ലാം നടക്കണം. ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെടണം. പെട്ടില്ലായിരുന്നെങ്കിൽ ഫറവോനും സൈന്യവും അവരെ നശിപ്പിച്ചേനെ. ഇതെല്ലാം നടക്കണം. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ദൈവത്തിന്റെ മുഖം പ്രസാദിക്കണം, അവന്റെ നാമം മഹത്വമെടുക്കണം. ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളിലൂടെ, താങ്കളുടെ ജീവിതത്തിലൂടെ ദൈവനാമം മഹത്വം എടുക്കണം. താങ്കൾക്ക് ദൈവം പണം തന്നു, നല്ല കാര്യം, ആവശ്യമാണ്. പക്ഷെ താങ്കൾക്ക് ദൈവം പണം തന്ന കാരണം കൊണ്ട് അതിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടില്ലെങ്കിൽ താങ്കൾക്ക് പണം ദൈവം തന്നത് കൊണ്ട് എന്താണ് അർത്ഥം? താങ്കൾക്ക് ദൈവം പാടാനുള്ള നല്ല ശബ്ദം തന്നു, താങ്കളുടെ ശബ്ദം ദൈവനാമ മഹത്വത്തിന് വേണ്ടി താങ്കൾ ഉപയോഗിച്ചില്ലെങ്കിൽ താങ്കൾക്ക് ആ ശബ്ദം തന്ന ദൈവത്തിന് എന്ത് പ്രയോജനം? താങ്കൾക്ക് ദൈവം ആരോഗ്യം തന്നു, താങ്കൾക്ക് ലഭിച്ച ആരോഗ്യം കർത്താവിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ, താങ്കൾക്ക് ലഭിച്ച കഴിവ് കർത്താവിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ, താങ്കൾക്ക് വേണ്ടി തന്ന സമയം കർത്താവിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ താങ്കളെ കൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? ദൈവസഭയോട് ഇന്ന് പകൽ വളരെ ഗൗരവത്തോടെയും അപ്പോൾ തന്നെ സ്നേഹത്തോടെയും ദൈവാത്മാവ് ചോദിക്കുന്നു, താങ്കൾക്ക് ദൈവത്തെ കൊണ്ട് വളരെ പ്രയോജനങ്ങളുണ്ട്, പക്ഷെ താങ്കളെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തെ കൊണ്ട് വളരെ പ്രയോജനമുണ്ട്. നിങ്ങൾ പറയുന്നു, ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് സമാധാനം ലഭിച്ചു, ഈ ദൈവത്തെ കണ്ടെത്തിയത് കൊണ്ട് ഇന്ന് എന്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ട്, ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ രോഗിയായി മരിച്ചേനെ, ഈ ദൈവത്തെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ, ഈ ദൈവത്തെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ കുടുംബം തകർന്നേനെ. അതെ, ഒരുപാട് 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 ബെനിഫിറ്റുകൾ എനിക്ക് ദൈവത്തെ കൊണ്ടുണ്ട്. എന്നാൽ ദൈവത്തിന് നിന്നെയും കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? ഈ ദൂത് ഇന്ന് ഈ സഭയിൽ ദൈവം അയച്ചിട്ട് ഇതിനെ അവഗണിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കഥയും കൂടെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഷിപ്പ്. ഇപ്പോഴും ടൈറ്റാനിക്കിനേക്കാൾ വലിയൊരു ഷിപ്പ് രൂപകൽപ്പന ചെയ്തിട്ടില്ല. അത്ര ഗംഭീരായിരുന്നു ആ ഷിപ്പ്. ആ ഷിപ്പ് പണിയാൻ ഉപയോഗിച്ച ലോഹങ്ങളും ആ ഷിപ്പ് പണിയാൻ ഉപയോഗിച്ച മെറ്റീരിയൽസ് എല്ലാം ടു കോസ്റ്റ്ലി, വളരെ വിലയുള്ളതായിരുന്നു. ബുള്ളറ്റ് പ്രൂഫുകൾ ഉള്ള വിൻഡോകളുള്ള, ജനലുകളുള്ള റൂമുകൾ ആ ഷിപ്പിനുണ്ടായിരുന്നു. അത് പുറപ്പെടുന്ന സമയത്ത് അവർക്കൊരു മെസ്സേജ് ലഭിച്ചിരുന്നു. ഇവർ ചാർട്ട് ചെയ്ത റൂട്ട് ആ റൂട്ടിലൂടെ നിങ്ങൾ പോകരുത്, ആ റൂട്ടിൽ മഞ്ഞുമലകളുണ്ട്, ആ റൂട്ടിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വേണം നിങ്ങളുടെ ഷിപ്പ് വിടാൻ. 2-3 മണിക്കൂർ കൂടെ വൈകിയാലും നിങ്ങൾക്ക് സേഫായിട്ട് എത്താം. ഈ മെസ്സേജ് കൊടുത്തവൻ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്.
കാലാവസ്ഥകളെക്കുറിച്ചും ആ കടലിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഈ ഷിപ്പ് ഉണ്ടാക്കിയതും ഇപ്പോൾ ഈ ഷിപ്പിനകത്ത് കയറിയതും ഒക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഭയങ്കര ആൾക്കാരാണ്. ഈ ഷിപ്പിന്റെ ക്യാപ്റ്റന് ലഭിച്ച മെസ്സേജ് ഷിപ്പിനകത്ത് ക്രൂസിനെ മുഴുവൻ അറിയിച്ചു. എന്ന് വെച്ചാൽ അതിനകത്ത് വർക്ക് ചെയ്യുന്നവരെ മുഴുവൻ ഇങ്ങനൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ അതിനകത്ത് നിന്ന് അതിന്റെ ഫുൾ മാനേജിങ് ചെയ്യുന്ന മനുഷ്യൻ പറഞ്ഞു, ഒറ്റ പൊട്ടിച്ചിരി. എന്ത് സന്ദേശം, എന്ത് മെസ്സേജ്, ആരുടെ മെസ്സേജ്? മെസ്സേജ് കൊണ്ട് ദൂരക്കളാ. നമ്മളിരിക്കുന്ന ഷിപ്പ് ഏതാണെന്ന് നമ്മൾ അറിയാം. അതെ, അറിവുള്ള ഒരു മനുഷ്യൻ, കാലാവസ്ഥയെ നിരീക്ഷിച്ച, കടലിന്റെ ഓളങ്ങളെ അറിയാവുന്ന, മഞ്ഞുമല എവിടൊക്കെ ഉണ്ട് എന്ന് മുന്നറിവുകളുള്ള, ദീർഘദർശനമുള്ള ഒരു മനുഷ്യൻ കൊടുത്ത ഒരു മെസ്സേജിന് പുല്ലുവില കൊടുത്തതാണ് ടൈറ്റാനിക്കിന്റെ പരാജയം. അതെ, പഴയ നിയമ ഇസ്രായേലിന് സംഭവിച്ച പ്രതിസന്ധി എന്തായിരുന്നു എന്ന് കൊട്ടാരക്കര ജീസസ് ഈസലെ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ ഇരിക്കുന്നവരെക്കാൾ അത്ഭുതം കണ്ടവരായിരുന്നു പഴയ നിയമ ഇസ്രായേൽ സഭ. എങ്കിലും അപ്പൊ കൈ കൊട്ടുന്നത് നല്ലതാണെങ്കിലും കൈ കൊട്ടുന്നതിലല്ല കാര്യം. നമ്മൾ ഈ വലിയ പ്രകസനങ്ങളും പരിവേഷങ്ങളും നമ്മുടെ പെർഫോമൻസ് കാണിക്കാനുള്ള പരിപാടികളൊക്കെ നടത്തുന്നെങ്കിലും നല്ലതാ, നിങ്ങളെ നല്ല കക്ഷിയാന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ, ഓക്കെ ഗുഡ്. പക്ഷേ അതിലല്ല കാര്യം. ഇത്രയും അത്ഭുതം കണ്ട, ഇനി ഈ വാക്ക് കേട്ടിട്ട് ഞെട്ടരുതേ, പാസ്റ്റർ ഉൾപ്പെടെ അടിച്ചുപോയി. അത്ഭുതം കണ്ടവരും അത്ഭുതം ചെയ്തവനും എത്തിയില്ല. അത്ഭുതം നടക്കണമെന്നല്ല, അത്ഭുതം നടന്നില്ലായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് വെളിയൊരാക്കത്തില്ല. ദൈവമായി ചെയ്ത അത്ഭുതമാണ്. ചിലർ ഇതിനകത്തൊരു സംശയം പറഞ്ഞിരിപ്പുണ്ടേ, അതുകൂടെ ഞാനങ്ങ് പറഞ്ഞു വിടട്ടെ. സഭയോട് ഇത് അറിയിക്കണമല്ലോ. നിങ്ങൾ കേൾക്കണേ ഇത്. എങ്കിലും അവരാരും, ആ വാക്യം ഒന്ന് വായിച്ച, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്തുകൊണ്ട് പ്രസാദിച്ചില്ല? പുതിയ നിയമസഭ പഠിച്ചോണം. ഞാൻ പാടുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നെ വിളിച്ച് വേർതിരിച്ച എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. എൻ്റെ കാതിൽ ഒരു മെസ്സേജ് ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടൊരു ശബ്ദം പിന്നെ അതൊരു വെളിപ്പാടായി മാറി. കർത്താവേ, എൻ്റെ കൊതിയല്ല നടക്കേണ്ടത്, നിന്റെ ഹിതമാ നടക്കേണ്ടത്. ജീവിതത്തിൽ വ്യക്തിപരമായി ആഗ്രഹിച്ച ചില വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കാഞ്ഞ കാരണത്താൽ, വ്യക്തിപരമായി കൊതിച്ച ചില വിഷയങ്ങൾ ജീവിതത്തിൽ ലഭ്യമാകാത്ത കാരണത്താൽ നിരാശപ്പെട്ടിരിക്കുന്ന ചിലരെ ഇന്നു പകൽ ഇവിടെ ദൈവാത്മാവ് കാണുന്നു. ശുശ്രൂഷകരുടെ ഇടയിലും സഭയുടെ ഇടയിലും കർത്താവരെ ദർശിക്കുന്നു. മോനെ, മോളെ, നിന്റെ ചിന്താഗതി ഒന്ന് മാറ്റണം. നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ കൊതിയല്ല നടക്കേണ്ടത്, നിന്റെ ഹിതമാണ് എന്നിൽ നടക്കേണ്ടത് എന്ന് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അത് നിങ്ങളോട് തന്നെ ദൈവാത്മ ഇടപെട്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എന്താ പഴയ നിയമ ഇസ്രായേൽ സഭയ്ക്ക് പറ്റിയ പ്രശ്നം? ഒന്നാമത്തെ വിഷയം പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നു, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം
അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. The people sat down to eat and drink and stood up to play. തിന്നാനും കുടിക്കാനും ഉള്ള സമയത്ത് അവർ ദൈവത്തെ വിളിക്കും, അല്ലെങ്കിൽ അവർ മോശയുടെ മുഖത്തോട്ട് നോക്കും. തിന്നുക, കുടിക്കുക, കളിക്കുക. ഇനി ഇവിടെ ഇരിക്കുന്നവരുടെ മുഴുവൻ ശ്രദ്ധയ്ക്ക് പുതിയ നിയമസഭയെ കണക്ട് ചെയ്ത് പറയാം, കർത്താവിന്റെ വേല ദൈവസഭ കളിക്കാനുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായ കാര്യസാധ്യതകൾക്ക് വേണ്ടി ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള ചിന്ത തെറ്റാണ്. നിന്നെ ഇവിടെ ഇരുത്തിയത് വ്യക്തിപരമായ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ നിറവേറുവാൻ വേണ്ടിയാണ്. ഇവിടെ അവര് ചില പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചില പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. കുറെ ആഴമേറിയ ഉപദേശങ്ങൾ സഭയ്ക്ക് കൊടുക്കുന്നു. ഒന്നാമത് പറയുന്നത് ഇതാണ്, നിങ്ങൾ ദുർമോഹികൾ ആകരുത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിക്കാൻ ഞാൻ കാരണം പറയട്ടെ. 10-ാമത്തെ വാക്യം, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. 9-ാം വാക്യം, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഒന്ന്, ദൈവത്തെ പരീക്ഷിക്കരുത്. 2, ദുർമോഹികളാകരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ, കർത്താവ് നിങ്ങൾക്ക് തന്ന നന്മകളിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നു? ഇതിലും കൂടുതലായി ദൈവം തരട്ടെ. നല്ലതാ, നല്ല വസ്ത്രം ധരിക്കണം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം, നല്ല വീട്ടിൽ പാർക്കണം. ദൈവം തരുന്ന എല്ലാ നന്മകളും സ്തോത്രത്തോടെ അനുഭവിച്ചോണം. കർത്താവ് അവർക്ക് നന്മകൾ കൊടുത്തില്ലേ? ദൈവദാസന്മാരെ? മന്ന കൊടുത്തില്ലേ? കാട കൊടുത്തില്ലേ? അപ്പം കൊടുത്തില്ലേ? ചെങ്കടലിനെ വിഭാഗിച്ചില്ലേ? അത്ഭുതങ്ങൾ കൊടുത്തില്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് പഴയ നിയമ സഭയ്ക്ക് ദൈവം കൊടുത്തത്. പക്ഷെ എന്തായിരുന്നു അവരുടെ പ്രശ്നം? ദൈവം കൊടുത്തതിലേക്കായിരുന്നില്ല അവരുടെ ശ്രദ്ധ, ദൈവം കൊടുക്കാഞ്ഞതിലേക്കായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ വീഴ്ച അതാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ പോലെ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി, കറണ്ട് പോയി, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്ക്. അപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയതല്ല നമ്മുടെ വിഷയം, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവിടെയും കറണ്ടില്ല, എന്നാ സമാധാനമായി. ഇനി വന്നില്ലേലും ഒരു കുഴപ്പമില്ല. സത്യമാണോ? മറ്റുള്ളവരെ പോലെയാകുവാൻ ശ്രമിച്ച് നിങ്ങൾ പരാജയപ്പെടരുത്. ദൈവം നിങ്ങളെ കുറിച്ച് ഉദ്ദേശിച്ച ആ പദ്ധതിയിലേക്ക് വരാൻ നിങ്ങൾ ശ്രമിക്കണം. മോനെ, ഒരാളെങ്കിലും ദൈവദാസന്റെ ഈ വാക്കൊന്ന് സ്വീകരിക്കുവോ? മറ്റുള്ളവരെ പോലെയാകാൻ നിങ്ങൾ ശ്രമിക്കാതെ, മറ്റുള്ളവന്റെ കൂടയിൽ എന്തുണ്ട്, അവന്റെ കവറിൽ എന്തുണ്ടെന്ന് നോക്കാതെ, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന കവറിൽ എന്തോ ഉണ്ടെന്ന് അറിയാൻ നീ നോക്കണം. അവരുടെ പ്രശ്നം, അവർ ദൈവത്തെ പരീക്ഷിച്ചു. രണ്ടാമത്തെ പ്രശ്നം, അവർ ദൈവത്തെ സംശയിച്ചു. മൂന്നാമത്തെ വിഷയം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ദുർമോഹികളായിരുന്നു. 4, അവർ
ദൈവത്തിന്റെ മുൻപിൽ അവർ പിറുപിറുത്തു. സ്നേഹത്തോടെ പറയാം, നമ്മൾ ആൾക്കാർ പറയാണ്ട് വന്നിച്ചില്ലേലും നിന്ദിക്കരുത്. നിങ്ങൾക്കൊരു പക്ഷേ ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ലേലും പ്ലീസ് നിങ്ങൾ പിറുപിറുക്കരുത്. ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തേ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ലഭിച്ച നന്മകളെ ഓർത്ത് സ്തുതിക്കാതെ ലഭിക്കാത്തതിനെ ഓർത്ത് പിറുപിറുക്കുന്ന ഒരു സഭയാണ് പഴയ നിയമ ഇസ്രായേലിനെ കാണുന്നത്. നമ്മുടെ സ്വഭാവത്തിനൊക്കെ വലിയ മാറ്റം വരുത്തണം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കൂ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോൾ കർത്താവ് അവരെ വിളിച്ചിറക്കി, ദൈവം അവരെ കൊണ്ടുവന്നു, ദൈവം അവരെ നടത്തി. നമ്മയും ദൈവം വിളിച്ചിറക്കി, ദൈവം നമ്മയും നടത്തി. അവര് മോശയുടെ കൂടെ ചേർന്നു, നമ്മൾ യേശുവിന്റെ കൂടെ ചേർന്നു. ഇത്രയുള്ള വ്യത്യാസം. അവരുടെ നേതാവ് മോശ, നമ്മുടെ ദൈവം യേശു. സ്തോത്രം. പക്ഷേ അവരെ പോലെ ആകരുത് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഏതെങ്കിലും ഒരുത്തൻ ക്രൂശേ കയറാനുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അങ്ങനെ ആയത് നല്ലതായില്ല, അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കല്ല, അങ്ങനെ പാടില്ലായിരുന്നു. എങ്കിലും അത് നമുക്കൊരു ദൃഷ്ടാന്തമായി. സ്തോത്രം. നിങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോഴേ ആക്സിഡന്റ് ഏരിയ എന്ന ബോർഡ് കാണും. ഇവിടെ മരിച്ചവരുടെ എണ്ണം 14, 10, സൂക്ഷിച്ചു പോകുക, ആക്സിഡന്റ് ഏരിയ എന്ന ബോർഡ് കാണാം. ഈ റോഡ് പണിഞ്ഞ ഉടനെ അവിടെ ആക്സിഡന്റ് ഏരിയ എന്നുള്ള ബോർഡ് അവർ വെക്കത്തില്ല. ഈ റോഡ് പണിഞ്ഞു തീർന്ന ഉടനെ ഇത് ആക്സിഡന്റ് ഏരിയ എന്നുള്ള ബോർഡ് അവർ വെക്കത്തില്ല. തുടർമാനമായി 3-4 ഇടി അവിടെ നടന്നാൽ, ചിലരൊക്കെ അവിടെ മരിച്ചാൽ അവർക്ക് പിന്നെ ബോർഡ് വെക്കാതിരിക്കാൻ ഒക്കത്തില്ല. ദൈവസഭയുടെ ആക്സിഡന്റ് ഏരിയ ഏതാണെന്ന് പൗലോസ് എടുത്തു പറഞ്ഞതിന്റെ കാരണം, ഈ ആക്സിഡന്റിൽ ഒരു സഭ പെട്ടു. അവർക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. എത്ര പേർ ആഗ്രഹിക്കുന്നു? അവർ ദൈവത്തെ പരീക്ഷിച്ചു. 2, അവർ ദൈവത്തെ സംശയിച്ചു. 3, അവർ ദൈവസന്നിധിയിൽ പിറുപിറുത്തു. 3, അവർ ദുർലോഭ മോഹികളായി. ഈ മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ. ഞാൻ ദൈവമക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ എത്ര പേര് ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് നിങ്ങൾക്ക് തരുന്നതിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ കർത്താവ് എനിക്ക് ഇന്ന വണ്ടി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. സത്യമായിട്ടുമില്ല. ഞാൻ ദൈവസന ഉപവാസത്തിൽ 21-ാം ദിവസം കർത്തൃമേശയുടെ മുമ്പിൽ നിന്ന് പറയുന്നത്, എനിക്ക് ഇന്ന വണ്ടി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. കർത്താവ് എനിക്ക് ഇത്ര പണം തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദൈവം അത് നമുക്ക് തരും. ചിലര് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തത് കൂടെ എന്ന് അവർക്കത് കിട്ടിക്കോട്ടെ എന്ന് കരുതി ആമീനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ ശ്രദ്ധ ഇതിലൊന്നും അല്ല. ആ കാരണം കൊണ്ട് തന്നെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ദൈവം തരുന്നുമുണ്ട്. അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം. ദൈവത്തിൽ നിന്നും, ദൈവം വിളിച്ച വിളിയിൽ നിന്നും ഇസ്രായേൽ ജനത്തിന്റെ ശ്രദ്ധ മാറി. ഇവിടെ ഇരിക്കുന്നവർ ഞാൻ പറയാം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി സ്ഥിരതയോടെ ഓടുന്ന നിങ്ങളുടെ ശ്രദ്ധ അവനിൽ നിന്ന് മാറിപ്പോകരുത്. ദയവായി മാറിപ്പോകരുത്. നിങ്ങൾ പിറുപിറുക്കുന്നവരെ ആകരുത്. കർത്താവ് പറഞ്ഞ ഒരു കാര്യം, കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന്.
ഞാൻ ഒന്നും കൂടെ കടത്തി പറയട്ടെ, കലപ്പയ്ക്ക് കൈ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവനെ പിന്നെ കൊള്ളുകയല്ല. പിന്നല്ലേ ദൈവരാജ്യം. എന്താ അതിന്റെ റീസൺ ഞാൻ പറയാം. ഇപ്പൊ ഈ കലപ്പയും കാളയൊക്കെ കാണാൻ പാടാം. ഒരു പ്രാവശ്യം ഒരു ദൈവദാസൻ ഈ വിഷയം പഠിപ്പിച്ചപ്പം അദ്ദേഹത്തിന്റെ പ്രൊജക്ടറിനകത്ത് ഉഴുതുന്ന കലപ്പയും കാളയായിട്ട് പോകുന്ന ഒരു രംഗം, ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു. നമുക്കും അങ്ങനെയൊക്കെ ഉണ്ട്, വളരെ നല്ലതാണ്. അത് ദൈവം നമുക്ക് തരും. ആ പ്രൊജക്ടറൊക്കെ ദൈവം നമുക്ക് തരും, ആവശ്യമുള്ളപ്പോൾ തരും. ഇപ്പം കാര്യമായിട്ട് ഇവിടെ എല്ലാം ദൈവം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊന്നും പിടിച്ചില്ലെങ്കിൽ കർത്താവ് ഈ ടിനു ജോർജ് പാസ്റ്റർ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആകുന്നില്ലെങ്കിൽ കർത്താവ് ഒരു പ്രൊജക്ടറും കൂടെ തന്ന് നിങ്ങളെ പെർഫെക്റ്റ് ആക്കട്ടെ. ഈ ഉഴുതുന്ന സമയത്ത് ഈ ഉഴുതുന്ന കാളയുടെ പുറകിൽ ഒരു പലക വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാളയുമായി ഉഴുതുന്നവൻ അവന്റെ കാല് ഇതിനകത്ത് ഉറപ്പിക്കും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഇതിനെ അടിച്ചാണ് ഇതിങ്ങനെ ഉഴുതുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ ഉഴുതുകൊണ്ട് പോകുന്നവൻ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവനെയും കൊണ്ട് ഇത് പോയി ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉഴുതുകൊണ്ട് പോകുമ്പോൾ ഈ കലപ്പയ്ക്ക് കൈവച്ചവൻ, സ്തോത്രം, തിരിഞ്ഞു നോക്കിയാൽ രണ്ട് വിഷയങ്ങളുണ്ടാകും. ഒന്ന്, അവന്റെ ദൗത്യത്തിൽ നിന്ന് അവൻ മാറിപ്പോകും. രണ്ട്, അവൻ വീഴാനുള്ള, ഈ ചെളിയിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കലപ്പയ്ക്ക് കൈവച്ച് തിരിഞ്ഞു നോക്കി എത്രയോ പേരിന്ന് ചെളിയിലാണ്. എന്നാൽ കലപ്പയ്ക്ക് കൈവച്ച് ദൗത്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നവൻ ഒരു മേജർ ഹാർവസ്റ്റിനായി അവൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ ലക്ഷ്യം മാറിപ്പോയി. മോഹം ഗർഭം ധരിച്ച് പാപത്തെ, ഞാനിവിടെ സ്നാനത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ സ്നാനപ്പെടുന്നത് അമേരിക്കയിൽ പോകാനല്ല, നിങ്ങൾ സ്നാനപ്പെടുന്നത് കടഭാരം മാറാനുമല്ല. ബ്രദർ, എത്രയും പെട്ടെന്ന് സ്നാനപ്പെട്ട് അത്ഭുത വിടുതൽ പ്രാപിക്കണം. അയ്യോ, അബദ്ധം പറ്റല്ലേ. സ്നാനപ്പെടുന്നത് അത്ഭുത വിടുതൽ പ്രാപിക്കാനല്ല, അതിനേക്കാൾ വലിയ വിടുതൽ പ്രാപിക്കാനാ. അതെന്താ? യേശുവിന്റെ കൂടെ ചേരാൻ. അല്ല, അങ്ങനെ അബദ്ധം പറ്റിയവരില്ലേ? ബ്രദറെ, നിന്റെ എല്ലാ പ്രശ്നത്തിന്റെയും കാരണം നീ സ്നാനപ്പെടാത്തതാണ്. നീ എന്ന് സ്നാനപ്പെടുന്നോ അതിന്റെ പിറ്റേ ദിവസം, അതിന്റെ അടുത്ത ആഴ്ചയിൽ നിനക്ക് ഗൾഫിലേക്ക് പോകാനുള്ള വഴി തുറക്കും. പുള്ളി അത് കേട്ട് സ്നാനപ്പെട്ടു, വഴി തുറക്കാൻ. വഴിയും തുറന്നില്ല, ഗൾഫിലും പോയില്ല, പുള്ളി പിന്മാരത്തിൽ പോവുകയും ചെയ്തു. ആരാണ് ഇതിന്റെ കാരണക്കാരൻ? സ്നാനപ്പെട്ടവനോ സ്നാനപ്പെടുത്തിയവനോ? അതുകൊണ്ടാണ് ഇവിടെ സ്നാനത്തിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇച്ചിരി കാര്യമായ കാര്യങ്ങൾ പറയുന്നത്. സ്തോത്രം. സീറ്റ് ബെൽറ്റ് ഇടണമെന്നും ഹെൽമറ്റ് ധരിക്കണമെന്നും ഗവൺമെന്റ് നിയമം കൊണ്ടുവന്ന ആർക്ക് വേണ്ടിയാ? ചിലർ പോലീസിനെ കാണുമ്പോൾ ഹെൽമറ്റ് എടുത്ത് വെക്കാറുണ്ട്, ചിലപ്പോൾ തിരിച്ചൊക്കെ വെക്കാറുണ്ട്. നിങ്ങൾ ഓർക്കണം, ഹെൽമറ്റ് ധരിക്കണമെന്ന് നിയമം കൊണ്ടുവന്നതും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് നിയമം കൊണ്ടുവന്നതും പോലീസുകാർക്ക് വേണ്ടിയല്ല, നീ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ്. നിനക്ക് വേണ്ടിയാ, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. എത്രണ്ണോ തല പൊട്ടിത്തെറിച്ച് ചെയ്യാന്ന്. സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണത്താൽ എത്രയോ പേരാണ് ആക്സിഡന്റ് ഉണ്ടായി, സ്റ്റിയറിംഗ് വന്ന് നെഞ്ചു വന്ന് സ്റ്റിയറിംഗിൽ ഇടിച്ച് അപ്പോഴേ സ്പോട്ടിൽ മരിക്കുന്നേ. അപ്പൊ നീ ഓർക്കണം, പോലീസുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നീ ഇത് ഇടുന്നത്. അവർ ഈ നിയമം കൊണ്ടുവന്നത് ഇവിടെ മരണം കൂടുന്നു, ആക്സിഡന്റ് മരണങ്ങൾ കൂടുന്നു. ആ നിയമം അവർ കൊണ്ടുവന്നത് അവർക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ.
പിന്നെ ഇത് ഇടാതെ പോകുന്നവനെ പെറ്റിയടിക്കുന്ന എന്തിനു വേണ്ടി? അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല, അടുത്ത പ്രാവശ്യമേലും നീ ഇടട്ടെന്ന് കരുതിയ. അപ്പൊ ദൈവം ഈ വ്യവസ്ഥകൾ വെച്ചത് ദൈവത്തിന് വേണ്ടിയല്ല. പിറുപിറുക്കരുതെന്ന് പറഞ്ഞതും ദുർലോഭമോഹികളാകരുതെന്ന് പറഞ്ഞതും ഇതൊക്കെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ. സ്തോത്രം. വിശ്വാസത്തിൽ വന്ന് പിന്മാറിപ്പോയ 50 പേരെ പിടിച്ചു നിർത്തി ഒരു ചെറിയ കൗൺസിലിംഗ് നടത്തിയാൽ അതിൽ 45 പേരും ഒരേ സ്വരത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലൊന്നും നടന്നില്ല. അപ്പൊ എന്തൊക്കെയോ ദുർലോഭ മോഹം കൊണ്ട് അതിനകത്ത് വന്നിരിക്കുന്നേ. ഇതൊന്നുമില്ലാതെ പകൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നിത്തൂണായി എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെ ഉണ്ട്. എന്നെ വിളിച്ച കർത്താവ് എന്നെ ചതിക്കില്ല. എന്നെ വേർതിരിച്ച ദൈവം എനിക്ക് ദോഷത്തിനായി ഒന്നും ചെയ്യില്ല. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം നൽകും. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഈ ബോധ്യത്തോടെ ജീവിച്ചാൽ നിങ്ങൾ പിറുപിറുക്കില്ല. ഞാൻ ഈ മെസ്സേജ് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ എന്തൊക്കെയോ കൊതിച്ചു ഇവിടെ വന്നിരിക്കുന്നവനാ. ഒന്നും കൂടെ ഞാൻ പറയാം, എന്റെ കൊതിയല്ല നടക്കേണ്ടത്, ദൈവത്തിന്റെ ഹിതമാണ് എന്നിൽ നടക്കേണ്ടത്. നിങ്ങൾ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ, അന്നേരമാണ് ഈ വാക്യം നിറവേറുന്നത്. ഏത് വാക്യം? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കൊതി നിങ്ങളുടെ ഹിതമാ, ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ ഹിതമാ. ഓ മൈ ഗാഡ്. ചോദ്യം ഇതാണ്: മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കകത്തും മനുഷ്യന്റെ ചിന്തകൾക്കകത്തുമൊക്കെ ഇംപെർഫെക്റ്റ്നെസ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ പൂർണ്ണതയില്ലായ്മയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണതയുള്ളതാണ്. കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം അല്പം കയ്പായി തോന്നിയാലും, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം അല്പം ബുദ്ധിമുട്ടായി തോന്നിയാലും, ആ ഹിതത്തിന് വിധേയപ്പെടാമെങ്കിൽ അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആഴമേറിയ ഒരു വിടുതൽ നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. കാനാവിലെ വിവാഹ വീട്ടിൽ മനുഷ്യൻ കൊടുത്ത വീഞ്ഞിന് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് മനുഷ്യൻ കരുതിയത്. പക്ഷെ കുറെ കഴിഞ്ഞ് കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തപ്പോഴോ, വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ, മണവാളനെ വിളിച്ചു. ഇത്ര ശ്രേഷ്ഠമായിരുന്നത് എവിടെയായിരുന്നു? ഇത്ര നല്ലത് ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ, ഇത്ര നല്ല മുന്തിരിച്ചാർ ഇതുവരെ രുചിച്ചിട്ടില്ലല്ലോ, ഇത്ര ശ്രേഷ്ഠമായ മുന്തിരിച്ചാർ എവിടെ വെച്ചിരുന്നു? അതെ, മനുഷ്യൻ ഒരുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം ഒരുക്കുന്നത്. മനുഷ്യൻ കരുതിയതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം കരുതിയത്. കരങ്ങൾ അടിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഈ ദൈവഹിതം ജീവിതത്തിൽ നിറവേറിയ ശുശ്രൂഷകർ, ദൈവദാസന്മാർ, വിശ്വാസികളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. മോടെ കല്യാണം നടക്കുന്നില്ല. ഞാനൊരു കർത്തൃ ശുശ്രൂഷകനായതുകൊണ്ട് ചിലരുടെയൊക്കെ അനുഭവം എനിക്കറിയാം. ചോദിച്ചു നോക്ക്, വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തു നിന്ന് കണ്ടതിനെയും കേട്ടതിനെയും ഒന്നും പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 10 ലക്ഷം രൂപയെ ഒരുമാതിരി കാറും ഒരു ഭൂതത്തെയും കൊണ്ടുവരാതെ, ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി വിധേയപ്പെട്ട് കർത്താവിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്താടാ നിന്റെ കല്യാണം നടക്കാത്ത, എന്താടി നിന്റെ കല്യാണം നടക്കാത്തെ, നിങ്ങൾ ജീസസ് ഈസലയിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവല്ലി ഫീസ്റ്റിൽ പോയിട്ട്, നിങ്ങൾ ഡാമിയൻ പാസ്റ്റർ ചർച്ചിൽ പോയിട്ട്, നിങ്ങൾ വലിയ വലിയ പാസ്റ്റർമാരുടെ പോയിട്ട് എന്താടാ നടക്കാത്ത എന്ന് ഒരു സമയത്ത് ചോദിച്ചവരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അവരൊന്ന് വിളിച്ചു ചോദിക്കേ, അവര് പറയും എന്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥതയോടെ ജീവിക്കുന്നു. ചോദിച്ചു നോക്ക,
എന്നാൽ കൊതിമൂത്ത് പണം കണ്ട്, പദവി കണ്ട്, സാഹചര്യം കണ്ട്, ഓ നല്ലൊരു ബന്ധമാണ്, ഇഷ്ടം പോലെ പൈസയും കിട്ടും. വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് 100 പവനും 100 ഭൂതവും ഒരാളുടെ ശരീരത്ത്. ഒഴിപ്പിക്കാൻ പറ്റാത്ത ദൈവദാസന്മാർക്ക് ഒഴിപ്പിക്കാൻ പറ്റാത്ത കാരണത്താൽ കോടതി ഒഴിപ്പിച്ചു. അതിനെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വേണോ ഇത് വേണോ? എന്റെ കൊതി നടക്കണോ ദൈവത്തിന്റെ ഹിതം നടക്കണോ? ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത്. ലഭിച്ചതിൽ തൃപ്തരാകാതെ ലഭിക്കാത്തതിൽ പിറുപിറുത്തു. ഇത് നിങ്ങൾക്ക് സംഭവിക്കരുത്. നിങ്ങളെ വിളിച്ചവൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നിനക്ക് മുൻപേ പോകുന്നുണ്ട്. പിതാക്കന്മാരെ നടത്തിയ ദൈവം, അവരെ നടത്തിയ ദൈവം നിന്നെ നടത്താൻ ശക്തനാണ്, നിന്നെ നടത്താൻ ശക്തനാണ്, നിന്നെ നടത്താൻ വിശ്വസ്തനാണ് എന്ന ആഹ്വാനത്തോടെയാണ് പൗലോസ് ഈ ലേഖനം ആരംഭിച്ചത്. സ്തോത്രം. കുഞ്ഞുങ്ങളെ, 6-ാമത്തെ വാക്യത്തിൽ എന്താ പൗലോസ് പറയും? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ഈ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോഴേ പാസ്റ്ററേ, നമ്മൾ പുറപ്പാട് 14:10 വാക്യത്തിലല്ലേ നിൽക്കുന്നത്? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇങ്ങോട്ട് നോക്കിയേ, ഇതിന്നൊരു ദൂത് പറയട്ടെ. പുതിയ നിയമസഭയെ ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയതാണോ? പിതാക്കന്മാരെ നടത്തിയ ദൈവത്തിന്റെ കൈ നിങ്ങളെ നടത്തുന്നോ? നിങ്ങളിൽ നടന്നത് ഒരു അബദ്ധമാണോ? നിങ്ങളിൽ നടന്നത് ദൈവത്തിന്റെ പദ്ധതിയാണോ? കർത്താവിന്റെ പ്രോജക്റ്റിനകത്ത് നിൽക്കാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം. ഓ, ഇവിടുത്തെ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോജക്റ്റിനകത്ത് നിൽക്കുന്നതിനേക്കാൾ എത്രയോ പവർഫുൾ ആണ് ദൈവത്തിന്റെ പ്രോജക്റ്റിനകത്ത്. ദൈവം തമ്പുരാന്റെ പ്രോജക്റ്റിനകത്ത് നിൽക്കാൻ, ദൈവം തമ്പുരാന്റെ പ്രോജക്റ്റിൽ നിൽക്കാൻ, അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവന്റെ പ്രോജക്റ്റിനകത്ത് നിൽക്കാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം. വില അറിയണം. വില അറിയുമ്പോഴാണ് വില കൊടുക്കുന്നത്. ഒന്നുകൂടെ വാക്ക് ഉപയോഗിക്കാം. ഇതിന്റെ വില അറിയുമ്പോഴാണ് വില കൊടുത്തു നീ നിൽക്കുന്നത്. അവരെ ദൈവം വിളിച്ചിറക്കി. എന്താണ് ഇവർക്ക് പറ്റിയത്? ശബ്ദം കേട്ട, ദൈവവിളി കേട്ടവരും ദൈവത്തിന്റെ പ്രോജക്റ്റ് നിൽക്കുന്നവരെല്ലാം നോക്കണം തന്നെ. ശത്രുവിന്റെ ആരവവും ശത്രുവിന്റെ വരവും ദൈവത്തിന്റെ പ്രവൃത്തിയെ മുന്നോട്ട് നോക്കി നടക്കേണ്ടവൻ ശത്രുവിലേക്ക് നോക്കി. ദൈവത്തിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്ന പ്രവൃത്തിയെ എക്സൈറ്റഡായി വിശ്വസ്തയോടെ നോക്കി നിന്ന് കാണേണ്ടവൻ വിട്ടിട്ട് വന്നവന്റെ ആരവാരം കേട്ടപ്പോൾ, മിസ്രയീമ്യരുടെ ശബ്ദം കേട്ടപ്പോൾ ഉള്ളിലൊരു അങ്കലാപ്പ് വന്ന് വിട്ടവരിലേക്കും പുറപ്പെട്ടവരിലേക്കും, സ്തോത്രം, മുൻപ് ഇറങ്ങി വന്ന സൈന്യത്തിന്റെ നടുവിലേക്കും അവർ തിരിഞ്ഞു നോക്കി. അതെ, നിങ്ങൾ ആകുലരാകുന്നതും നിങ്ങൾ നിരാശരാകുന്നതും നിങ്ങളുടെ മനസ്സ് ഇടിയുന്നതും നിങ്ങൾ പിറുപിറുക്കാൻ തുടങ്ങുന്നതും
നിങ്ങളുടെ പഴയതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ്. സ്തോത്രം. അവർ തിരിഞ്ഞു നോക്കി. ഈ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലയോ പേടി വന്നേ. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കി നിൽക്കണ്ട, ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ട നിങ്ങളുടെ കണ്ണ്, ചെവി ശത്രുവിന്റെ വാക്ക് കേൾക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴല്ലയോ നിങ്ങളും വെറുതെ വളരെ വിശ്വാസത്തോടെ വളരെ ആവേശത്തോടെ ദൈവവചനമെല്ലാം ഏറ്റെടുത്ത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിൽ ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അപ്പനോ അമ്മയോ അയലോകക്കാരനോ സഹോദരങ്ങളോ ചോദിക്കുകയാണ്, എന്താ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കാത്തെ? ബലൂണിന്റെ കാറ്റ് പോയതുപോലെ മുഴുവൻ പോയി. പക്ഷെ ആ സമയത്തും ആ ചോദ്യത്തിന്റെ നടുവിലും എന്റെ കൊതി നടക്കാൻ ഞാൻ ഇറങ്ങിയതല്ല, എന്റെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. എന്റെ ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതാണ് എന്ന ബോധ്യം അകത്തുണ്ടെങ്കിൽ, വെളിപ്പാടകത്തുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആ വ്യക്തി പറഞ്ഞതിനേക്കാൾ വില നിങ്ങളെ വിളിച്ചവന് കൊടുക്കും. എന്നിട്ട് ഇവരെന്തു ഭാഷ ചെയ്തേ? അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലായിടത്തും പ്രശ്നമാണ്. ഇവര് പിറുപിറുത്തു. വായിച്ച വാക്യം, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടോ. എന്റെ ദൈവമേ, കേരളത്തിൽ അതേ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ശവക്കുഴി, സെമിത്തേരി. ഞങ്ങൾക്ക് അവിടെ സെമിത്തേരി ഇല്ലാഞ്ഞാണോ ഞങ്ങൾ ഇവിടുത്തെ സെമിത്തേരി വന്നേ? മോനെ, നീ സെമിത്തേരിയിലല്ല നീ വന്നേ, നീ ജീവനുള്ള ദൈവത്തിന്റെ സഭയിലാ. സെമിത്തേരി രണ്ടാമത്തെ ഓപ്ഷനാ. നീ മരിക്കുമ്പോൾ നിന്നെ അടക്കും, ചൊവ്വ അടക്കും. പ്രൈസ് ദി ലോർഡ്. നീ മരിക്കുമ്പോൾ നിന്നെ അടക്കാൻ ഉള്ളത് സമയമാകുമ്പോൾ ദൈവം ചെയ്യും. ഇപ്പോഴും ഒന്നും സംഭവിക്കുകയല്ല, ധൈര്യമായിട്ടിരിക്കും. അല്ല, എന്തെങ്കിലും കർത്താവ് വന്നാൽ, അല്ലെ എന്നെ ദൈവം തിരിച്ചു വിളിച്ചാൽ, എനിക്ക് നിത്യതയിൽ എത്തുമെന്നുള്ള ഉറപ്പില്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ ആദ്യം അതാണ് തിരുവത്താഴം എടുക്കുന്നതിന് മുമ്പ് തീരുമാനിക്കേണ്ടത്. സ്തോത്രം. ആത്മീയത ഒരു കച്ചവടമായും ആത്മീയത ഒരു അഭിനയമായും ആത്മീയതയുടെ ഉന്നതകളിൽ നിൽക്കുന്നവർ അഹങ്കാരികളായും മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് ഇന്ന് പകൽ ഈ സഭയോട് ഈ ദൂത് കർത്താവ് അറിയിക്കുന്നത്. ഇതല്ലേ യേശുവിന്റെ വരവിന്റെ ലക്ഷണ? ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവേൻ, വിശാലമായ വാതിലോ നാശത്തിന്റെ പാത. പാസ്റ്റർ എം.എ. വർഗീസ് ഇതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ചർച്ചിൽ പറഞ്ഞു. അതൊരു എന്നെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യിപ്പിച്ചു ആ കാര്യം. വിശാലമായ വാതിൽ, നാശത്തിന്റെ പാത, അതിലൂടെ പോകുന്നവർ അനേകർ. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവീൻ, അതിലൂടെ കടക്കുന്നവർ ചുരുക്കം. അപ്പോൾ അനേകരുടെ കാര്യവും വലിയൊരു കൂട്ടത്തിന്റെ കാര്യവും പറയുന്നു, ചെറിയൊരു ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നു. എന്താണെന്നറിയോ ഇതിന്റെ പ്രത്യേകത? കർത്താവ് പറയുന്നു, വിശാലമായ വാതിലൂടെ പോകുന്നവൻ നാശത്തിന്റെ പാതയിലാണ്. ജീവന്റെ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കം. അതിന്റെ പ്രത്യേകത എന്നാന്ന് ഞാൻ പറയാം. ഇവിടെ ഇടുക്ക് വാതിലൂടെ പോകുക എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത് പാലസ്തീനിൽ, യെരുശലേമിൽ കാണപ്പെടുന്ന വാതിലുകളെ കുറിച്ചാണ്. അതിനകത്തൂടെ, ആ വഴിയിലൂടെ ഒരാൾക്ക് ഇങ്ങനെ കഷ്ടിച്ച് നടക്കാം. അവ പുറകെ വേറെ ആളുണ്ട്. ഇതിനകത്തൊരുത്തം കയറിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് പോയി നോക്കൂ. ഇതിനകത്ത് നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പുറത്തോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കേട്ടോണം ഇതൂത്. ഈ ഇടുക്ക് അതിലൂടെ പോകുന്നവൻ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ പൊക്കോണം. ഇതിനകത്ത് കയറിയിട്ട് തോന്നുമ്പം, അല്ലെ പ്രശ്നം വരുമ്പം
അല്ല ശ്വാസം മുട്ടുമ്പോ തിരിഞ്ഞിറങ്ങി പോകാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിനകത്തൂടെ കയറിയാൽ തിരിഞ്ഞു പോകാൻ ഒക്കത്തില്ല. ഈ ഇടുക്കുവാതിലിന്റെ പ്രത്യേകത, അതിനകത്ത് വലിയ വിശാലതയില്ലെങ്കിലും അതിനകത്ത് കയറുന്നവൻ അപ്പുറത്തെത്തും. അതിനകത്ത് കയറുന്നവൻ അപ്പുറത്തെത്തും. എന്നാൽ വിശാലമായ ഒരു വാതിലിനെ കുറിച്ച് പറയുന്നു. ഹയ്യടാ, ഇഷ്ടം പോലെ ആൾക്കാർ അതിനകത്തൂടെ പോകുന്നുണ്ട്. Praise the Lord. Praise the Lord. ഇഷ്ടം പോലെ ആൾക്കാർ അതിനകത്തൂടെ പോകുന്നുണ്ട്. പോയിരിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി വരാം, ഇറങ്ങിപ്പോകാം. അതാണ് വിശാലവാതിൽ. വിശാലവാതിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൂടെ പോവുക, മൊബൈൽ വിളിക്കാം, കറങ്ങി കിടക്കാം. ഇവിടം വരെ ചെന്നപ്പോൾ 3 മാസമായി ഇവൻ വന്നിട്ട് ഈ വാതിലിനകത്ത് 4-ാമത്തെ മാസം വേണം ഇവൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ഇതാണ് വിശാലവാതിൽ. പക്ഷേ ഇടുക്കമുള്ള വാതിലൂടെ കയറുന്ന ചുരുക്കം ഒരു കൂട്ടമുണ്ട്, അവൻ അപ്പുറത്തെത്തും. കർത്താവിന് വേണ്ടത് ഈ ചുരുക്കത്തെയാ. കർത്താവിന് വേണ്ടത് ഈ ചെറിയ ഗ്രൂപ്പിനെയാ. ഇന്ന് പകൽ അതിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓണോ ഓണ്ടായോ ഇനി എന്തോ ചെയ്യണം, ആകെ കൺഫ്യൂഷനായി. നീ ഈ വിശാലമായ വാതിലിനകത്ത് നിന്ന് വട്ടം കറങ്ങുന്നവനെ അല്ല ദൈവം എന്ന് നോക്കുന്നേ. ഈ ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുന്ന, ഓ മൈ ഗാഡ്, എനിക്കിതിനകത്ത് കയറിയാൽ ഇറങ്ങിപ്പോകാനുള്ള ഓപ്ഷൻ ഇല്ല, അപ്പുറത്തെത്താനുള്ള ഓപ്ഷനേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഇന്ന് പകൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ. വിശാലമായ വാതിലൂടെ പോകുന്നവർ അനേകം. അവർക്ക് കച്ചവടമുണ്ട്, വിശേഷ വേലയുണ്ട്. അവർ പ്രാവിനെയും വിൽക്കുന്നുണ്ട്, പ്രാവിനെ ഇറക്കുന്നുമുണ്ട്. സഹോദരങ്ങളെ, എൻ്റെ ദൈവമക്കളെ, അവർ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ പിറുപിറുക്കരുത്. വായിച്ചേ പാസ്റ്ററേ. നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നമ്മുടെ ആൾക്കാർ പറയുന്ന ഭാഷ പറഞ്ഞാൽ, ഇതിനകത്തൊക്കെ വരുന്നതിനേക്കാൾ നല്ലത് നിൽക്കുന്നിടത്ത് നിൽക്കുന്നതായിരുന്നു. നീ ഒന്നും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. നിന്റെ ഈ മനോഭാവം മാറ്റാതെ നീ കനാനിൽ എത്തുകയില്ല. നിന്റെ ഈ മനോഭാവം മാറാതെ നീ കനാനിൽ എത്തുകയില്ല. ഇടുക്ക് വാതിലൂടെ കടക്കുന്നവന്, ഇതിനകത്ത് കയറിയവന് ഇനി പുറകോട്ടെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, അപ്പുറത്തിറങ്ങുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. ഞാൻ പറയാം, ഇത് പുതിയ ട്രെൻഡ് അല്ല സാറേ, ഇത് 2000 വർഷം പഴക്കമുള്ള ട്രെൻഡാ. ഈ ട്രെൻഡിനകത്ത് നിൽക്കാൻ പറ്റുന്നവൻ നിന്നാ മതി, അല്ലെങ്കിൽ നീ ഏതെങ്കിലും ടെന്റിനകത്ത് പോ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവീൻ. ഇടുക്കുവാതിലൂടെ കടക്കാൻ പോരാടുവീൻ. പൗലോസ് പോയ അതേ ട്രെൻഡിലൂടെ പോകാൻ ടിനു ജോർജ് ആഗ്രഹിക്കുന്നു. എത്ര പേര് കൂടെ വരുമെന്ന് എനിക്കറിയത്തില്ല. പത്രോസ് പോയ അതേ ട്രെൻഡിലൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ പോയ അതേ ട്രെൻഡിലൂടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പിതാക്കന്മാരെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അതേ ട്രെൻഡിനകത്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭ കൂടെ വരുമെങ്കിൽ വളരെ നല്ലത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്തൃമേശ നമ്മുടെ നടുവിലുണ്ടല്ലോ എങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ദൈവം അവർക്കെല്ലാം കൊടുത്തെങ്കിൽ അവർ പിറുപിറുത്തു. മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളില്ല ഞാണോ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്ന്? കണ്ടോ, ഇവര് പിറുപിറുത്ത മുഴുവൻ അവരുടെ ഭൗതിക വിഷയത്തിന്റെ മുൻപിലാ. വെള്ളം എന്ത് വിഷയമാണ്? വെള്ളം ഭൗതിക വിഷയ. ഇറച്ചി എന്ത് വിഷയ? ഭൗതിക വിഷയമാ. ഇവർ കരഞ്ഞതും നിലവിളിച്ചതും പിറുപിറുത്തതും എല്ലാം ഭൗതിക വിഷയത്തിന് മുമ്പിലാ. എന്നാൽ ദൈവം ഒരുക്കി വെച്ചതിനെ ഇവർക്ക് കാണാൻ പറ്റിയില്ല. കുഞ്ഞേ, 10,000 രൂപയേക്കാൾ വിലപ്പെട്ട ഒന്ന് ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. 10 കോടി രൂപയേക്കാൾ വിലപ്പെട്ട ഒന്ന് ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്.
നിനക്ക് ഈ ഭൂമിയിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്ന അതിനേക്കാളൊക്കെ വളരെ 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 വാല്യുബിൾ ആയ ഒന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പണം കിട്ടാത്തതിന്റെ പേരിലോ, നീ കൊതിച്ചത് ചിലത് നടക്കാത്തതിന്റെ പേരിലോ, വെള്ളത്തിന്റെ കുമിള പോലെ നിൽക്കുന്നതിനെ നോക്കി നീ അതിനകത്ത് കൊതിച്ച് ഈ മാണിക്യത്തെ നോക്കി നീ പിറുപിറുക്കരുതേ എന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. താങ്ക് യു ഹോളി ഗോസ്റ്റ്. വായിക്കാൻ നമ്മുടെ സമയം അതിക്രമിച്ചു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവേൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇത് സഭയോട് ഞാൻ പറയട്ടെ, എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത പോലും വരണ്ട. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പം എന്റെ വാക്കുകൾക്കകത്ത് ചില മാറ്റം വരുത്തുവാൻ ദൈവം എന്നോട് പറഞ്ഞു. നമ്മൾ സ്വാഭാവികമായി പറയുന്ന ഒരു പദമുണ്ട്, ഇതുവരെ ആരെയും കൊണ്ടും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ നിന്നെയും കൊണ്ട് ചെയ്യിക്കും. നമ്മളെല്ലാം കൈയടിച്ചങ്ങ് മാറി. നിന്റെ അടുത്തിരിക്കുന്നവനേക്കാൾ അധികം ദൈവം നിന്നെ ഉപയോഗിക്കും. ഞാൻ എന്റെ കേട് കർത്താവ് പറഞ്ഞു, മോനെ, ഈ വാക്കിനകത്തെല്ലാം ഒരു സ്വാർത്ഥതയുണ്ട്, ഈ വാക്കിനകത്തെല്ലാം ഒരു കൊതിയുണ്ട്. അപ്പുറത്തിരിക്കുന്നതിനേക്കാൾ എനിക്ക് ശക്തമായി പ്രയോജനപ്പെടണം. 6 മേലും പകർന്നിട്ടില്ലാത്ത അഭിഷേകത്തെ ദൈവം എന്റെ മേൽ പകരണം. എന്താ ഇതിന്റെ ആകത്തുക? ഇതിന്റെ അർത്ഥം എന്നാ? കർത്താവ്, എനിക്ക് എല്ലാരെക്കാളും പൊങ്ങണം. വേണ്ടപ്പാ, വേണ്ട. എന്റെ കൊതിയല്ലല്ലോ, നിന്റെ ഹിതം എന്നിൽ നടക്കട്ടെ. സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഞാനും അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം ഈ നിലയിലാണ് പോകുന്നത്. കർത്താവേ, ഇങ്ങനെ പ്രാർത്ഥിക്കണം. യേശുവേ, എന്റെ മേൽ നീ വെളിപ്പെടുത്തിയ അഭിഷേകത്തെക്കാൾ വലിയൊരു അഭിഷേകം എന്റെ അടുത്തിരിക്കുന്നവരിൽ നീ വെളിപ്പെടുത്തണേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. ഈ ഒരു അധ്യായം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞാൽ തോന്നുന്നു, എന്റെ റൈറ്റ് ട്രാൻസ്ലേഷൻ, നിൽക്കുന്നു എന്ന് തോന്നുന്നവനല്ല, വീഴുമെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അതാണ് അതിന്റെ കറക്റ്റ് അർത്ഥം. ഒരു മനുഷ്യൻ ഒരു ഫ്ലൈറ്റിനകത്ത് കയറി, ഒരു വിമാനം ക്യാബിൻ ക്രൂസ് എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത്. ഭയങ്കര സ്മെല്ലാ വിമാനത്തിൽ, ഭയങ്കര നാറ്റം. അവര് ഇവിടെ എല്ലാം ചെക്ക് ചെയ്തു. അവിടെ ഇരുന്നവർ പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ നോക്കുന്നില്ല, ടു മച്ച് സ്മെൽ, ഇവിടെ വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അതൊക്കെ സീറ്റ് നമ്പർ 24-ലാണ് സ്മെല്ല്. എന്താ പ്രശ്നം അറിയാം? അവിടെ ഇരിക്കുന്ന ആ സഹോദരൻ നനഞ്ഞ സോക്സ്, നനഞ്ഞ വെള്ളത്തിൽ ബാത്റൂമിൽ എങ്ങാണ്ട് പോയിട്ട് നനഞ്ഞ സോക്സ് ഇട്ട് ഷൂവിനകത്ത് കയറ്റിയിട്ട് അതിൻ്റെ സ്മെല്ല. അപ്പോൾ അവർ ചെവി പറഞ്ഞു, ബ്രദറെ, ഈ സോക്സിൻ്റെ സ്മെല്ലാ ഇത്, അത് ഊരിയപ്പോൾ ഭയങ്കര സ്മെല്ല്, ഇത് ടോയ്ലറ്റിലുള്ള ബിന്നിനകത്തുകൊണ്ട് കളയാൻ പറഞ്ഞു. അവരങ്ങ് പോയി. അവര് പിന്നെ അതുവഴി പോയപ്പോൾ അവിടെ തന്നെ സ്മെല്ല്, ഓറഞ്ച് ജ്യൂസുമായിട്ട് പോയപ്പോൾ. അവന്റെ കാലിലോട്ട് നോക്കിയപ്പോൾ കാലേ സോക്സും ഇല്ല. പുള്ളി പറഞ്ഞപ്പോഴേ ഊരി. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെ ഊരി. ഇവിടെ ഞാൻ ഈ പ്രസംഗം നടന്നപ്പോൾ ഹൃദയത്തിനകത്ത് നിന്ന് എത്രയോ പേര് സോക്സുകൾ ഊരിയെന്നറിയാം. പല സോക്സുകൾ ഊരിയിട്ടുണ്ട്. ഹൃദയത്തിനകത്തുനിന്ന് ഇട്ടുകൊണ്ടിരുന്ന പല സോക്സ് വചനത്തിന്റെ മുമ്പിൽ ഊരിയിട്ടുണ്ട്. പക്ഷെ ഇവന് പറ്റുമല്ലോ, നിങ്ങൾക്ക് പറ്റരുത്. ഇവൻ സോക്സ് ഊരിയിട്ട് ബിന്നിൽ അകത്തിരിക്കുന്ന, ടോയ്ലറ്റിനകത്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ കൊണ്ട് കളയേണ്ട സാധനം അവൻ എന്തെന്നറിയാം, ഊരി അയച്ച് അവന്റെ സീറ്റിന്റെ ഫ്രണ്ടിലുള്ള ആ സീറ്റ് പോക്കറ്റിനകത്ത് കയറ്റി വെച്ചു. പിന്നെ അവിടെ തന്നെ വാടയാ. നീ പലതും ഊരി, സത്യം. പക്ഷെ നിനക്ക് എടുക്കാൻ പറ്റുന്ന കൈദൂരത്ത് അത് ഇരിപ്പുണ്ട്. ഇത് ചിലരോടുള്ള ദൂതാന്ന് ഓർത്തോണം. നീ പലതും ഊരി, സത്യം. പരിശുദ്ധാത്മാവ് പറയുന്നു, എടുക്കാൻ പറ്റുന്ന കൈദൂരത്ത് നീ അത് വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നിനക്ക് കാണാൻ കഴിയാത്ത ഭാഗത്തേക്ക് വലിച്ചെറിയ യേശുവിന്റെ നാമത്തിൽ.
സമയം പോയി മാസ്റ്റർ. 1 കൊരിന്ത്യർ 10:14 മുതൽ വായിച്ചു. പെട്ടെന്ന് വായിച്ചു മാസ്റ്റർ. പെട്ടെന്ന്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. ആ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ആ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവേൻ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിക്കുവേൻ. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് ഈ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളും ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള കൂട്ടായ്മയല്ലയോ? This is a fellowship with God. This is a fellowship with Jesus Christ. ഇത് യേശുവിനോട്, ക്രിസ്തുവിനോട്, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ്. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും.